നമസ്കാരം, ഇത് രഞ്ജിത്ത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ പിടികിട്ടി കാണും. പല ദുരന്തമുഖങ്ങളിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് സഹജീവികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറിക്ക് വേണ്ടി നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേര് ചർച്ചാ വിഷയമായത്. അവിടെ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് രഞ്ജിത്ത് ഇസ്രായേലും ഈശ്വർ മാൽപ്പയും ഒക്കെയായിരുന്നു. പക്ഷേ ആ പേര് കൊണ്ടുപോയത് മറ്റു ചിലരാണ്. ഇപ്പോഴും ഈ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ വിതുരയിലുണ്ട്. രഞ്ജിത്തിൻ്റെ ആരും അറിയാത്ത കുറേ വിശേഷങ്ങളിലേക്ക്, കുറേ കാര്യങ്ങൾ അത് സമൂഹം അറിയണം. കാരണം ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. രഞ്ജിത്ത്, നമസ്കാരം. നമസ്കാരം. രഞ്ജിത്ത് ഇസ്രായേൽ പല ദുരന്തമുഖങ്ങളിലും സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് താങ്കൾ രക്ഷാപ്രവർത്തനം ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? ഞാൻ പല ഇൻ്റർവ്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറുപ്പത്തിൽ ഒരു ആംഡ് ഫോഴ്സ്, ഒരു ആർമിയിലേക്ക് കയറണം, അവിടുന്ന് ഡെപ്യൂട്ടേഷൻ കമാൻഡിൽ ഒരു കമാൻഡ് സർവീസിലേക്ക് കയറണം, ഒരു ഓഫീസർ റാങ്കിലേക്ക് എത്തണമെന്നൊക്കെ ഒരു താല്പര്യപ്പെട്ട് അങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരാളായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ബ്രെയിൻ ഫീവർ ഉണ്ടാകുന്നത്. ഞാൻ LNCP സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ LNCP നാഷണൽ ഇവിടെ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കാര്യവട്ടം, അതെ, അവിടെ തന്നെ എൻട്രൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 7th റാങ്ക് എൻട്രൻസിലാണ് ഇതിൽ കയറുന്നത് തന്നെ. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ബ്രെയിൻ ഫീവർ ഉണ്ടാകുന്നതും. പിന്നീട് അങ്ങോട്ട് കുറച്ച് നാൾ കഴിഞ്ഞാണ് അതൊന്ന് ക്ലിയർ ആകുന്നത്. 26-27 ആർമിയിലുള്ള എൻട്രി. ഞാൻ ആർമി സർവീസ് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പിന്നെ കിട്ടിയില്ല, ഭയങ്കര വല്ലാത്ത വിഷമം തന്നെയായിരുന്നു. പിന്നെ ഇതിലോട്ട് ജീവിത സ്വപ്നം തന്നെ അതായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. കാരണം ഒരു അഡ്വഞ്ചർ ഫീൽഡ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമുക്ക്. കാരണം എനിക്കൊരു ചെറുതൊരു കഴിവ് എന്തെങ്കിലും തോന്നുന്നു, ഒരാൾക്ക് ഒരു എന്താണെന്നൊരു സ്വയം ഒരു തോന്നലുണ്ടാവില്ലേ, എന്തായി തീരണം, അല്ലെങ്കിൽ എനിക്കൊരു ആ ഒരു ഫീൽഡ് തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. പിന്നീടാണ് ഞാൻ ഈ 2013 ഉത്തരാഖണ്ഡ് ഈ മേഘവിസ്ഫോടനം നടന്നത്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി. 25,000 പേരോളം മരിച്ച ആ ഒരു ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്ന ഒരു സിവിലിയന് അത് ഒരു ആർമിക്കാരനല്ലെങ്കിലും അത് ആർമിയോടൊപ്പം അല്ലാതെ ഒറ്റയ്ക്കും ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. അനേകം ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ പക്ഷിമൃഗാദികളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെർച്ച്, റെസ്ക്യൂ ആൻഡ് റിക്കവറി, രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഞാനിങ്ങോട്ട് മാറുന്നു. യാദൃശ്യമായിട്ട് തുടങ്ങിയാണെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ എൻ്റെ പേരറിയപ്പോൾ ഒരു സെർച്ച് നോക്കിയാൽ രക്ഷാപ്രവർത്തനം എന്ന രീതി ആ ഒരു റെക്കോർഡ്സിൽ ആ ഒരു ഫീൽഡിലേക്കാണ് മൊത്തം കാണിക്കുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് ആർമി ഒരു ഓഫീസർ ആയില്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇപ്പോൾ അവസരങ്ങളും, അല്ലെങ്കിൽ ആർമി ഒരുപാട് ഈ കാര്യങ്ങൾ എനിക്ക് ആർക്കും ഒരു സിവിലിന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് പോയപ്പോഴത്തേക്ക് ആർമിയുടെ പല സ്ഥലങ്ങൾ ആർമിയോടൊപ്പം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ അങ്ങനെ സിവിലിയൻസ് കൂട്ടാറില്ല, എന്നാൽ അവരൊരു പ്രവർത്തന മികവ് കണ്ടിട്ടാണ് ആ ഒരു റെക്കോർഡ്സും ഇന്ത്യയിലെ പല ഉന്നത അധികാരികളും തന്ന പ്രശംസാപത്രമുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷിച്ചിരിക്കുകയും റിക്കവറി ചെയ്ത ഒരാളുടെ റെക്കോർഡ്സാണത്. പൂർണ്ണമായിട്ട് എടുത്ത് കാണിക്കുക. എല്ലാ ആൾക്കാരും കളക്ടർമാരും ആർമിയുടെ ഉദ്യോഗസ്ഥരും നേവിയുടെ അങ്ങനെ ഹൈ അതോറിറ്റി വന്നിരിക്കുന്നതാണത്. ഇത് ചെയ്തതിനെ കുറച്ച്, എന്നാലും ഇത് തന്നെ ഒരു കെട്ടായിട്ടിരിപ്പുണ്ട്. എത്ര നാൾ ഷിരൂര് പോകുന്ന സമയത്ത് മുമ്പും ഈ കാര്യങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്വയം ഒന്നും പുകഴ്ത്താൻ വേണ്ടി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഷിരൂർ സംഭവത്തിന് ശേഷമാണ് എന്നെ 1-2 മാധ്യമങ്ങൾ മോശമായിട്ട് കളിയാക്കിയത്. എനിക്ക് മുൻപ് റെക്കോർഡ്സ് ഇല്ല, കാര്യങ്ങളില്ല. അല്ല, പക്ഷേ അതിനു മുമ്പ് രഞ്ജിത്ത് ഈ ഷിരൂരിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ അവിടെ എത്തുമ്പോൾ രഞ്ജിത്തിനെ വാനോളം പുകഴ്ത്തിയിരുന്നു, ഇവിടുത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് തിരിഞ്ഞു വന്നു. രഞ്ജിത്തിനെ ഇകഴ്ത്തുന്ന ഒരു നടപടിയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ട്രെയിനിൽ കയറുമ്പോഴത്തേക്കാണ് മാധ്യമങ്ങൾ അറിഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ മാധ്യമങ്ങളിൽ എപ്പോഴും എൻ്റെ ഫോണിൽ വാട്സപ്പിൽ കിടപ്പുണ്ട്. എൻ്റെ നമ്പർ എടുത്തിട്ട് ഈ നിങ്ങളുടെ ഫോട്ടോസ് കുറച്ച് അവർക്ക് ആ സമയത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ടാക്കാൻ ആ സമയത്ത് കാണിക്കാൻ വേണ്ടിയൊക്കെ. എന്നിട്ട് ഞാൻ ആ സമയത്ത് കിട്ടിയ പ്രശംസാപത്രങ്ങളോ ചെയ്ത ഹൈ റിസ്ക് ഫോട്ടോസ് ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് ട്രെയിനിലും അന്ന് രാത്രി ഉറങ്ങാത്ത TT എന്നെ പറയുന്നുണ്ട്, രഞ്ജിത്ത് പോയെന്ന് കിടന്ന് ഉറങ്ങുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഷിരൂർ സംഭവമായിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അമ്മയും അവരുടെ പെങ്ങളും തന്നെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഫോണിൽ ബെല്ലിറിങ്ങി ചെയ്യുന്നു, വണ്ടിയുടെ GPS ഓണായെന്നൊക്കെ. ഇവിടെ നിന്ന് മിനിസ്റ്ററിൻ്റെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ GPS-ൻ്റെ ബെൻസിൻ ലൊക്കേഷൻ പുള്ളി തന്നെ എടുത്ത് പറഞ്ഞ് ഇത് അവിടെ ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ ജീവൻ്റെ സാധ്യത എന്തെങ്കിലും മണ്ണിൽ നോക്കിയിട്ട് മാത്രമേ, കാരണം നിങ്ങൾക്ക് 72 ദിവസത്തിന് ശേഷമാണ് ആ ഒരു ലോറി പൊക്കുന്നത്. ആ സമയത്ത് അങ്ങനത്തെ കുത്തൊഴുക്കിൽ നമുക്ക് അപ്പോൾ എത്ര ഡൈവിംഗ് ഗിയർ ഉണ്ടെങ്കിലും അവിടെ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത് കണക്കുള്ള പറയുന്ന സാധനങ്ങളോട് എത്തിക്കണമായിരുന്നു. ഈ വണ്ടിയിൽ നമുക്ക് 1 ദിവസം 2 ദിവസം ഞാൻ തീർന്നു. ഒരു പാർട്ടി ദിവസം നോക്കിയപ്പോഴത്തേക്ക്
ഞാൻ മണ്ണിൽ നോക്കിക്കൊണ്ടൊന്നും അല്ല അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു എന്ന് പറഞ്ഞ കാര്യത്തിലാണ് വിവാദമായത് അവർ പുറത്താക്കുന്നത്. പിന്നെ അത് ഞാൻ വീണ്ടും പറഞ്ഞു മണ്ണിൽ നിന്നാക്കി അവർ പിന്നെ അങ്ങ് മാറ്റുമായിരുന്നു. മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ പ്രവർത്തിക്കാൻ ലൈസൻസും ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 3 ലൈസൻസ് വെള്ളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ 2 വർഷം പുതുക്കുന്ന ഒരാളാണ്. 2 വർഷം കൂടുമ്പോഴും അതിനെ പുതുക്കാൻ പൈസ, കഴിഞ്ഞ വർഷം ഇത് പുതുക്കേണ്ട വന്നിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് അത് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് വരുന്നതാണ്, ഇന്ത്യ ഗവൺമെൻറ്റാണ്. അവിടുത്തെ ഡയറക്ടർ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് പണം അടച്ച് പുതുക്കി തന്നത്. ഈ റെക്കോർഡ്സ് എല്ലാം കണ്ടിട്ട് 14 വർഷത്തെ റെക്കോർഡ്സാണ് കയ്യിലുള്ളത്. നീണ്ട 1-2 വർഷത്തെ അല്ല. ഇന്ത്യയിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള, വേറെ പലരെയൊക്കെ അതിനകത്ത് നോട്ടി കാണിക്കുന്നുണ്ട്. എപ്പോഴും സംസാരിക്കാനും എപ്പോഴും ആധികാരികമായിട്ട് കാണിക്കാനുള്ള ഉന്നതാധികാരികളുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോസ് ഒക്കെയാണ് കാണിക്കേണ്ടത്. ഇത് നിലവിലുള്ള ഏറ്റവും ഹൈ റെക്കോർഡ്സ് ഉള്ള ഒരാളാണ്. അതെനിക്ക് എവിടെയും അഭിമാനത്തോടെയും സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ പറ്റും. ആ റെക്കോർഡ്സ് ഒരിക്കലും കള്ളം പറയത്തില്ല. ഇപ്പോഴും ഞാൻ കാണിച്ചുള്ളൂ. ഇതിന് ശേഷമാണ് വയനാട് ദുരിതം. അവിടെ ചേട്ടനെ ഇപ്പോൾ ഞാനൊരു പേപ്പർ കാണിച്ചായിരുന്നല്ലോ, ഹയർ ഓഫീസേഴ്സ് അടിച്ച കോപ്പിയാണ്. 2 പേരെ ജീവനോടെ എടുത്തതിൻ്റേത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഞാനത് കണ്ടതാണ്. 2 പേരെ ജീവനോടെ ഏറ്റവും പല ആൾക്കാരും വന്ന് നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് 2 പേരെ ഇറങ്ങിയെടുത്ത ഒരാൾ. പല ഫോഴ്സും 5-6 തര ഫോഴ്സുകളുണ്ടായിരുന്നു അവിടെ. NDRF, ബാക്കിയുള്ള ഫോഴ്സുകളും സെൻട്രൽ ഫോഴ്സുകളും എല്ലാം ഉണ്ടായിട്ട് ഞാനാണ് ഇറങ്ങി പയ്യന്മാരെ തന്നെ സാക്ഷ്യപത്രം ഇട്ടിട്ട് പയ്യന്മാർ ഈ ഇടയ്ക്കാണ് ഈ സംഭവം 2 മാസം കഴിഞ്ഞാണ് അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നന്ദി പറയാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞു ഇത് ഓൾറെഡി അയച്ചിട്ടുണ്ട്. കാരണം അവർക്കും ഈ ഷീഡെടുക്കുമ്പോൾ ഇത്രയും അത് റിസ്ക് എടുത്ത ഒരാൾ. കാരണം അന്നാണ് എൻ്റെ കാല് ഈ ഇടംകാലിന് പരക്കേറ്റുന്നത്. ഇപ്പോഴും ആ ഒരു പ്രശ്നമുണ്ട്, ഒരു പാട് കാണാം. ആ ചികിത്സ നൽകിയത് ഇന്ത്യൻ ആർമിയാണ്. പാങ്ങോടുള്ള അന്നത്തെ ടീമും അന്ന് 2 മേജർമാരുടെ ഡോക്ടർമാരെ ചികിത്സ നൽകിയത്. അത്ര ഇറങ്ങി ആ പാറയിലടിച്ച് കാല് പൊട്ടിയിരുന്നു. ഇതൊന്നും കാണാനോ ആരും തന്നെ ഇല്ലായിരുന്നു. കുറ്റം പറയാൻ ചെറിയൊരു 100 റെസ്ക്യൂ ചെയ്തിട്ട് 99 വിജയമായിരുന്നു. 1% നമ്മൾ പരാജയം പോലും അല്ല, നമ്മുടെ നിഗമനം. നമ്മുടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഞാൻ തന്നെ ഇറങ്ങും. അത് ഒരു പരാജയം പോലും ഇല്ലാത്തടത്ത് എൻ്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ എന്നുള്ളൊരു മതാടിസ്ഥാനത്തിലും അല്ലെ പേരിൻ്റെ അടിസ്ഥാനത്തിലും കുറേ പേര് എന്നെ ചെയ്തതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അതിലൊന്നുണ്ട്. എല്ലാ മാധ്യമം കുറ്റം പറയാം. മാധ്യമങ്ങൾ ഒരു 90% മാധ്യമം സപ്പോർട്ടായിരുന്നു. പല മാധ്യമങ്ങളും 1-2 മാധ്യമങ്ങൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഒക്കെ ചെയ്ത്. ഇത് ചേട്ടൻ ഈ ക്യാമറയ്ക്ക് മുന്നേ എടുത്ത് കാണിക്കാനാണ് എന്തുമാത്രം റെക്കോർഡ്സ് ഉണ്ടോ. നിലവിൽ ചേട്ടൻ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് പേര് നോക്കാം. ഈ റെക്കോർഡ്സ് ഉള്ള ആരും ഇന്ത്യയിലില്ല. ഇത്രയധികം രക്ഷാപ്രവർത്തനം, റിക്കവറി അല്ല, ബോഡി എടുക്കുന്നതല്ല, അതുപോലെ ജീവൻ രക്ഷിക്കുക, അതുപോലെ ബോഡി റിക്കവർ ചെയ്ത ആളാണ്. അത് ഈ വെള്ളത്തിന് സംഭവം ഞാൻ ഏറ്റവും പറയാൻ കാര്യം, മുതലപ്പൊഴി ഒരു സംഭവം നടന്നു. മുതലപ്പൊഴി കഴിഞ്ഞ ഒരു 2 വർഷം ഓണത്തിൻ്റെ 8 പേരോളം പെട്ടത്. അത് ഇന്ത്യൻ നേവി ഓപ്പറേറ്റ് ചെയ്തു. ഫസ്റ്റ് സ്കൂബ ടീമൊക്കെ വന്നു, കേരള ഫയർഫോഴ്സിൻ്റെ ഒക്കെ. അത് നടന്നിട്ട് ഞാനാണ് അവിടെ ഇറങ്ങുന്നത്. അവിടെ കേരള പോലീസ് വിളിച്ചിട്ട് കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ എൻ്റെ പ്രശംസ പത്രം കയ്യിൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും വലിയ ടാസ്ക് ഉള്ളത്. അത് ഷിരൂരിൻ്റെ ആ വെള്ളത്തിൻ്റെ ഡബിൾ ടാസ്ക് ആയിരുന്നു. മുതൽ പൊഴിക്കാത്ത ടാസ്ക്കാണ്. അവിടെ നിൽക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, അവിടെ നിൽക്കുന്ന അവരുടെ ഏരിയയിലുള്ള ആൾക്കാർക്ക് പോലും ഇറങ്ങാൻ പേടിയുള്ള സ്ഥലത്താണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓപ്പറേറ്റ് ചെയ്തത്. രഞ്ജിത്തിനെ കുറിച്ച് എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് രഞ്ജിത്തിനെ പരിചയമില്ലെങ്കിലും രഞ്ജിത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയാം. ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരാൾ ഇതിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും താങ്കളൊരു ലാഭേച്ഛ പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പുണ്ട്. കടമാണ്, തിരിച്ച് കടങ്ങളാണല്ലോ. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് കാണിച്ചത്, കാനറ ബാങ്കിലുണ്ട് എൻ്റെ അക്കൗണ്ട് കാണിച്ചത് 0 ആണ്. ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചാണ്. ചേട്ടൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാണ് ഞാൻ വിറ്റ് എക്യുപ്മെൻറ്റ്സ് ആക്കിയത്. പിന്നെ വീട്ടിൽ സഹായിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തിരുവണ്ണാമലയിൽ തമിഴ്നാട്ടിലൊരു 7 പേര് ലാൻഡ്സ്ലൈഡ്, അവിടെ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ എത്തിയാൽ മതി, ബാക്കി നമ്മുടെ അക്കോമഡേഷൻ ഫുഡെല്ലാം ചെയ്യാവുള്ളൂ. എനിക്ക് അവിടം വരെ എത്താനുള്ള, എനിക്ക് പെട്ടെന്ന് ഇതുവഴി പോകണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് ട്രെയിനൊന്നും ഇല്ല. കാരണം ഇതാണ്ട് കാറിനെടുത്ത് പോകണം. എങ്ങനെയാലും 10,000, 12,000 ചിലവ് വരും. അപ്പോൾ വിളിച്ചെനിക്ക് പോകാൻ പറ്റിയില്ല. ഉത്തരാഖണ്ഡിൽ ഒരു പയ്യൻ വീണായിരുന്നു, ഒരു മലയാളി പയ്യൻ, ഋഷികേശ് റാഫ്റ്റിങ്ങിനിടയ്ക്ക്. അതിന് 9 ദിവസം കഴിഞ്ഞാൽ ഓടി കിട്ടുന്നത്. ആ പയ്യന് 1 ദിവസം ജീവനോടെ ആ ഒരു പാറ അള്ളിപ്പിടിച്ച് കിടന്നു. അവരുടെ കൂട്ടുകാർ തന്നെ എനിക്ക് വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്കും പല സ്ഥലങ്ങളിലെത്താം ഈ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നാളത്തേക്കൊന്നും ഇതില്ല. കാരണം എനിക്ക് ആർമിയിൽ ആ റാങ്കിൽ കയറാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡോ ആ ഒരു സ്വപ്നത്തിൽ അന്നും ജീവിക്കുന്ന, ഇപ്പോഴും ജീവിച്ചു പോകുന്നത് ഞാൻ ആ സ്വപ്ന ലോകത്തിലാണ്. ഞാൻ വേറൊരു മോശപ്പെട്ട ഒരു ക്യാരക്ടർ, വെള്ളം അടിക്കുന്നോ ഒരു സീട്ട് വലിക്കുന്നോ അങ്ങനെയൊന്നുമല്ല. ബോഡി ഇപ്പോഴാണെങ്കിലും ഇത്ര വയസ്സാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ആൾ വർക്കൗട്ടും ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു നാഷണൽ പ്ലെയർ ആണ്. ഇൻക്ലൂഡിങ് 3 ടൈംസ് മിസ്റ്റർ ട്രിവാൻഡ്രോ ആണ്. അതൊന്നും ആരും 3 ടൈംസ് അതിനകത്ത് മെഡൽസ് എല്ലാം കാണും. വീട്ടിനകത്ത് 3 തവണ മിസ്റ്റർ ട്രിവാൻഡ്രോ ആയിരുന്നു. 3 തവണ മാധ്യമങ്ങളൊന്നും അല്ല, മിസ്റ്ററിൻ്റെ ഫൈനലിസ്റ്റ് ആയിരുന്നു 18ാമത്തെ വയസ്സ്. എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിലുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ തന്നെയുണ്ട്. മെഡൽസ് വീടിനകത്ത് തന്നെ കാണാം. ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് കാണാം, മെഡൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതൊന്നും ആർക്ക് ഒന്നും വേണ്ട. നാഷണൽ 3 തവണ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് 3 തവണ മിസ്റ്റർ ട്രിവാൻഡ്രോ ആയിരുന്നു. ഇതെല്ലാം ഒരു ജൂനിയർ ആ ഒരു പ്രായപരിധിയില്ല. കാരണം ആ സമയത്ത് ബോഡി ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് മരുന്ന് ഉപയോഗിക്കും. ഒരു മരുന്നും ഇല്ലാതെ, ഒരു സ്റ്റിറോയിഡ് ഇല്ലാതെ
വളർന്നൊരു ഇവിടുത്തെ കപ്പയും മീനും അങ്ങനെയൊക്കെ തിന്ന് സാധാരണ ഒരു ഫുഡും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചൊക്കെ എത്തിയതാണ്. ഈ ഷിരൂരിലെത്തിയപ്പോൾ അവസാനമൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞത് രഞ്ജിത്തിൻ്റെ ഒരു നിർദ്ദേശമനുസരിച്ചാണ് മണ്ണ് മാറ്റി നോക്കാനുള്ളൊരു തീരുമാനമെടുത്തതെന്നാണ്. അതെന്തായിരുന്നു അതിലെ വാസ്തവം? കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഈ പറമ്പിൽ പണിയായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് പോകുന്നത്. ഞാൻ ഇറങ്ങുന്ന 4-ാമത്തെ ദിവസം, ഈ സംഭവം കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം 19-ാം തീയതി വൈകിട്ട് ആ സമയത്താണ് പോകുന്നത് ഞാൻ. ഇത് 16-ാം തീയതി 15-16 നടന്ന ഇൻസിഡൻറ്റാണ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, ജൂലൈയിൽ നടക്കുന്നത്. ഈ സംഭവം 4-ാമത്തെ ദിവസം ഇവിടുന്ന് പോകുന്നു. അപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുള്ളൊരു കുടുംബാംഗങ്ങൾ തന്നെ അന്ന് എല്ലാ ന്യൂസിലും പറയുന്നുണ്ടല്ലോ അത്. എല്ലാ ന്യൂസിലും, ഞാൻ മാത്രമല്ല എല്ലാ ന്യൂസിലും പറയുന്നുണ്ടല്ലോ അത്. മൊബൈൽ ഫോൺ റിങ് ചെയ്ത് പിന്നെ GPS ലൊക്കേഷൻ കാണിച്ചതെല്ലാം. പിന്നെ 4-5 ദിവസമായിട്ട് നേവി പുഴയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ ട്രക്കിൻ്റെ എവിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ജീവൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ക്ലിയർ ആൻഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എവിഡൻസ് ആണ് നോക്കുന്നത്. പിന്നെ അവിടെ എത്തിയത് പറഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കി വേറെ ആൾക്കാരും പെട്ടുകിടപ്പുണ്ട്. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കാണ് ഒരു കളക്ടറിന് പെർമിഷനോടെ തന്നെയാണ് കയറുന്നത്. അവിടുത്തെ ലക്ഷ്മി മാഡത്തിൻ്റെ അനുമതിയോടെ തന്നെ, അല്ലെങ്കിൽ ആ 144 പ്രഖ്യാപിച്ച സ്ഥലത്ത് ഒരാൾ കയറാൻ പറ്റത്തില്ല. കളക്ടർ പെർമിഷൻ ചെയ്താൽ പോലീസ് അലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് അടപ്പെട്ട തമിഴ്നാട് ഡ്രൈവറിൻ്റെ ബന്ധുക്കളും വന്നിങ്ങനെ പലരും അപ്പോൾ ഈ പറയുന്നു, അപ്പോൾ എന്നെ കുഴപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ബന്ധം കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ മൊബൈൽ ഫോൺ എല്ലാം റിങ് ചെയ്യപ്പോഴത്തേക്ക് ക്ലിയർ ആൻഡ് നീറ്റ് എവിഡൻസ്, അതായത് ആ മണ്ണ് മാറ്റി നോക്കിയതിന് പുഴയിലേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. കാരണം ആ സമയത്ത് നേവിയുടെ ഡൈവേഴ്സും അതിൽ പുഴയിൽ ഡൈവ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല. കാരണം ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഒരു 16-ാം തീയതി ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ആ 10 ദിവസം വരെ അതിശക്തമായി ഒഴുക്കായിരുന്നു. ആ 10 ദിവസം കഴിഞ്ഞാണ് മാൾപ്പയാണെങ്കിലും കഴിഞ്ഞ് വന്നത്. 12-13 ദിവസം കഴിഞ്ഞിട്ടാണ്, 11 ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി 11 ദിവസം കഴിഞ്ഞാണ് മാൾപ്പയ വരുന്നത്. എല്ലാ കാര്യങ്ങളും റെക്കോർഡിങ്ങിൽ ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിടാറുണ്ട്. എല്ലാ ഓപ്പറേഷൻസും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അത് നോട്ട് ചെയ്തിടാറുണ്ട്. കൃത്യമായ ഡേറ്റും കണക്കും, ഞാൻ ട്രാവൽ ചെയ്ത ഇവിടുന്ന് പോയ ടിക്കറ്റിൻ്റെ, എനിക്കൊരു ഇവിടുന്ന് പോകാൻ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട്, അല്ല അർജുൻ്റെ കുടുംബമോ അല്ല മനാഫൊന്നും അല്ല എൻ്റെ ടിക്കറ്റ് എടുത്തത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ റെയിൽവേയിലുണ്ട്, അവൻ്റെ പൈസയിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് ബുക്ക് ചെയ്താണ് പോകുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ കൊങ്കം വഴിയോ ട്രെയിനിൽ കർവാറിൽ ഞാൻ ഇറങ്ങുന്നത്. ഇതൊന്നും ആരും പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, എല്ലാം കയ്യിൽ നിന്ന് സ്വന്തം മുടക്കിയാണ്. എൻ്റെ എക്യുപ്മെൻറ്റ്സാണ് പോയത്. ഞാൻ അവിടെ പോയിട്ടാണല്ലോ ഞാൻ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ റൂമോ ഭക്ഷണമോ ഒന്നോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം എൻ്റെ ചിലവിൽ ഞാൻ കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അല്ല, അതെന്തിനാണ് അങ്ങനെ? സാധാരണ ഇന്നിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം. പക്ഷേ എങ്ങനെ താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടുകളെ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും 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 ഇങ്ങനെ കടം വാങ്ങി ഈ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് താങ്കൾ ചിന്തിക്കുന്നില്ലേ? എന്നെപ്പറ്റി അറിയാത്ത ഒരു കൂട്ടം ജനതയുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. എനിക്ക് തിരിച്ചൊരു അറ്റാക്ക് വന്നപ്പോഴത്തേന് പ്രതിരോധിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർക്ക് എന്നെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വയനാട് വന്നപ്പോഴത്തേക്ക് ഷിരൂർ കഴിഞ്ഞപ്പോൾ ഉടനെ വയനാടുണ്ടായി, അറിയാമല്ലോ, എന്നോട് പുറത്താക്കി വയനാട്. അപ്പോൾ വയനാട്ടിൽ എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഈ പല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും വന്ന് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമാണ് വയനാട്ടിലെ കുറച്ച് പേര് താഴെ കമൻറ്റ് ഇട്ടുന്നു, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. വളരെയധികം ആൾക്കാർ കൂടുതലും വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളങ്ങോട്ട് വരണം, പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് എന്നെ അറിയാവുന്നവരുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പൊക്കിപ്പിടിച്ച് നടന്നിട്ടില്ല. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി 12 വർഷമായിട്ട് ഏതെങ്കിലും നല്ല ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ വാട്സപ്പ് ചോദിച്ചു എൻ്റെ ഫോട്ടോസ് എടുക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരെ എത്തുമാത്രം ഓപ്പറേഷൻസ് അവർക്ക് അയച്ചു കൊടുക്കായിരുന്നു എനിക്ക്. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തന്നെ നോക്കി ഷെഡ്യൂൾ സംഭവത്തിന് ശേഷമാണ് ആക്റ്റീവാക്കി തുടങ്ങിയത്. അതിന് മുമ്പുള്ള എന്തുമാത്രം പ്രശംസാ പത്രങ്ങളും ചെയ്യുന്ന ഹൊറിബിളായിട്ടുള്ള വീഡിയോസ് എല്ലാം പിന്നെ ശേഷമാണ് ഇട്ട് തുടങ്ങിയത് ഞാൻ. അങ്ങനെ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ എന്തുമാത്രം എനിക്ക് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യായിരുന്നു. കാരണം ഇത്രയധികം പ്രശംസ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ഓഫീസർ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ലെറ്റർ വാങ്ങിക്കുമ്പോൾ തന്നെ അത് പൊക്കി പിടിച്ച് ഭയങ്കര സംഭവം നടക്കുന്ന, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കളക്ടറും ഹൈയർ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖരും തന്ന പ്രശംസപത്രങ്ങൾ ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അങ്ങനെയൊക്കെ ഈ കാലത്തുള്ള എനിക്ക് എന്തുമാത്രം വെച്ച് ആളാകാമായിരുന്നു. ഞാൻ ചെയ്യാത്താണ് ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞാൻ ചെയ്യാത്ത തെറ്റാണ്. പല അന്നത്തെ ഏഷ്യാനെറ്റ്, ഈ പറഞ്ഞ കുറ്റം പറയുന്ന ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, അവരും എൻ്റെ നിന്ന് എടുത്ത ഫോട്ടോസ് ഉത്തരാഖണ്ഡ് ടണലിൽ 41 പേര് രക്ഷിച്ച ഏക മലയാളിയാണത്. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. കാരണം ഈ വിഷയം വന്നപ്പോൾ അവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാനായി രഞ്ജിത്തിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് സ്റ്റുഡിയോയിലിരുത്തി സംസാരിപ്പിച്ച് വാഴ്ത്തുപാട്ട് പാടി വിട്ട മാധ്യമപ്രവർത്തകർ തന്നെയാണ് ചെറിയൊരു വീഴ്ച വന്നപ്പോൾ അദ്ദേഹത്തെ വളരെയധികം മ്ലേച്ഛമായി അദ്ദേഹത്തെ സംബോധന ചെയ്തതൊക്കെ. പക്ഷേ പല നന്മമരങ്ങളെയും ഉയർത്തി കാണിക്കുന്നതിൽ ഇവരൊക്കെ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. ആരെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് താഴ്ന്ന് കരഞ്ഞു പറഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും വലിയ തെളിവെന്ന രീതിയിൽ. ഒരു ആര് തന്നെ നമ്മൾ ചെയ്ത വീഡിയോസോ അല്ലെങ്കിൽ തന്ന പ്രശംസപത്രങ്ങൾ അതൊന്നുമല്ല ആർക്കും വേണ്ടത്. എന്നാൽ സെൻറ്റിമെൻറ്റ്സ് അടിസ്ഥാനത്തിലും എന്തൊരു മാധ്യമ ശ്രദ്ധത്തിലാണ് ഒരാൾക്ക് സഹായം അല്ലെങ്കിൽ കാര്യങ്ങളും ആ ഒരു എന്താണ് കാഴ്ചപ്പാടെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ എനിക്ക് ഇത്രയും ചെയ്തിട്ട് എനിക്ക് കരഞ്ഞ് പറയാൻ പറ്റും, എനിക്ക് കരഞ്ഞിങ്ങനെ താന്നിങ്ങനെ കുമ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളുണ്ട്. എന്നാലും മനസ്സിലൊരു ധൈര്യം, ഒരിക്കലും ഒരു സൈനിക ഒരു ഓഫീസർ ആയില്ലെങ്കിൽ ആ ഒരു ചിട്ടയിലും
ആ ഒരു രീതിയിലാണ് വളർന്ന് വന്നത്. എന്തുണ്ടെങ്കിലും തരണം ചെയ്യണം. കാരണം എനിക്ക് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ മനുഷ്യനെ മാത്രമല്ല രക്ഷിച്ചു കൊണ്ടുവന്നത്. ഈ പല കിണറ്റിലും ഡീപ്പ് വെൽ പോലത്തെ റെസ്ക്യൂ ഒക്കെ ഉണ്ട് പല കിണറുകളിലും. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കിണർ തന്നെ നോക്കണം, അത് 90 അടി 100 അടി ആഴ്ചയുണ്ട്. ഇവിടെ തന്നെ ഏറ്റവും വലിയ കിണറാണ്. അതിനൊരു ബ്രീത്തിങ് അപ്പാരറ്റീസ് ഇല്ല, ചെറുതല വിട്ട് വൃത്തിയാക്കി എടുക്കുകയും അവരുടെ എല്ലാ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് അവിടെ ഏത് കിണറ്റിൽ ഇറങ്ങാനോ രക്ഷിക്കുക. ഒരുപാട് അതിൽ നിന്ന് പട്ടി, പൂച്ച, എന്താണ് ഉത്തരാഖണ്ഡ് പോയ കഴുതകൾ. അപ്പോൾ അവരുടെയൊക്കെ രക്ഷിക്കുമ്പോഴത്തേക്ക് അവർക്ക് മിണ്ടാം തിരിച്ച് സംസാരിക്കാൻ ഒരു കഴിവില്ലെങ്കിൽ അവരിൽ നിന്ന് നന്ദി പ്രകടനം നമുക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. കണ്ണുകളിൽ നിന്ന് കുട്ടനാട് 2012 ഫ്ലഡിൽ മനുഷ്യർ കെട്ടിയിട്ട് പോയ മൃഗങ്ങൾ എന്തുമാത്രം ചത്തുപോയി, ചാകാത്ത മൃഗങ്ങൾ. കുട്ടനാട് 2018 6 ആലപ്പുഴ ജില്ലാ കളക്ടറിൻ്റെ ഉൾപ്പെടെ 6 പേരെ പ്രശംസാപത്രം, 250 പേരെ ജീവൻ രക്ഷിച്ചതാണ്. ഈ എത്ര പേരുടെ ജീവൻ ഒരു ഉദ്ദേശം രക്ഷിച്ചു കാണും? ഏകദേശം 1000 പേരുടെ മേളിൽ ജീവൻ നിലവിൽ റെക്കോർഡിക്കൽ തന്നെ 1000 പേര്. അത് കൂടുതലാണ്. അതായത് രേഖകൾ പ്രകാരമാണ് 1000 പേരുടെ ജീവൻ രക്ഷിച്ചു. ഇന്ത്യൻ ആർമി ഇതിപ്പോൾ അവസാനം വയനാട് ജില്ലാ കളക്ടർ തന്നെ ഈ അവസാന ദൗത്യമുണ്ട്. അത് ഏറ്റവും രസകരമായ ദൗത്യമാണ്, പറയാതെ അത് ശ്രദ്ധിക്കപ്പെട്ട ദൗത്യമാണ്. ഇത് കഴിഞ്ഞിട്ട് 2 പേരെ ഈ ശിരൂർ ദൗത്യത്തിൽ 2 പേര് ആർക്കും ഇറങ്ങാൻ പറ്റാത്ത സൂചിപ്പാറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. അന്നത്തെ എൻ്റെ കൂടെ ബാക്കിൽ ഞാനാണ് ഫസ്റ്റ് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ. ഇത് കണ്ട പല ഫോഴ്സുകളും കൂടെ ഇപ്പുറത്തുള്ള പോലീസ് ഫോഴ്സുള്ള ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ 2 പേര് കൊണ്ട് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവരിപ്പം അത് ആർമിയുടെ 2 ഹൈ റാങ്ക് ഓഫീസർ അയച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ഋഷി സാർ ഉൾപ്പെടെ 2 പേർക്ക് അയച്ചിട്ടുണ്ട്. ഈ രഞ്ജിത്തെ രക്ഷപ്പെടുത്തിയുള്ള ഒരു ലെറ്റർ MPക്ക് അയച്ചിട്ടുണ്ട്. നമുക്കൊരു രാജ്യസഭയെ നോമിനേറ്റ് ഒരു MPക്ക്. അപ്പം എൻ്റെ MPക്ക് എനിക്കൊരു ആക്റ്റീവായിട്ട് കിട്ടുന്നില്ല. എനിക്ക് ആക്റ്റീവായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വേറെ MP വഴിയാണ് എൻ്റെ ഗതികേടാണ് ചേട്ടാ. ഞാൻ ഈ കൂലിപ്പണിയും കളഞ്ഞിട്ട് എനിക്ക് ഒരു MP MLA പറഞ്ഞ് നടക്കാൻ പറ്റുമോ ചേട്ടൻ? തോന്നുന്നുണ്ടോ? ഒരു സാധനം വയനാട് ജില്ലാ കളക്ടറിൻ്റെ പ്രശംസാപത്രം, അന്ന് ഇന്ത്യൻ ആർമിയുടെ ചെയ്തതിൻ്റെ പ്രശംസാപത്രം, ആ പിള്ളേരുടെ രക്ഷപ്പെടുത്തി അവരല്ലാതെ തന്നെ എടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പേജ് കണ്ടു, ചേട്ടാ നിങ്ങൾക്ക് നന്ദി പറയാൻ പോയില്ല, നമ്മൾ ഏറ്റവും വലിയ കാണിക്കുന്നത് പാവമാണെന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഞാൻ പറഞ്ഞത് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ കാരണം എനിക്ക് ഷിരൂർ അറ്റാക്കിനുണ്ട്, ഞാൻ പിന്നെ എന്തിനാണ് ക്ലെയിം ചെയ്യാതിരിക്കുന്നത്? ഞാൻ ചെയ്ത ദൗത്യം. അന്നത്തെ വീഡിയോസ് ഉണ്ട്. അന്ന് 24 ഹാഷ്മി ചേട്ടനൊക്കെ ഡയറക്റ്റ് ആവുന്ന 24 ഡയറക്റ്റ് വീഡിയോ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 2-3 മാധ്യമങ്ങളൊന്നും എടുത്തിട്ടുണ്ട്. അന്നാണ് ഈ കാലിന് മുട്ടിന് പരിക്ക് പറ്റുന്നത്. ഒരു 15-20 മിനിറ്റ് താമസിച്ച പിള്ളേരെ വാഷ് ഔട്ട് ചെയ്ത് പോയിരുന്നത്. കാരണം കുത്തനാളെ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത പാറ തലയിടിച്ച് അപ്പോഴും മരണം സംഭവിക്കുകയാണ്. കാരണം ഒരു ദിവസം ഫുള്ള് രാത്രിയും പകലും ഒരു കുടുങ്ങി കിടന്നിരുന്നു. അത്ര ഒരു ഹൊറബിട്ടുള്ള സ്ഥലത്ത് ചെങ്കുത്തായ പാറ കടന്നാണ്. വീഡിയോസ് എല്ലാം ഞങ്ങളിലുണ്ട്. അത് മുകളിൽ നിന്ന് ആളുകൾക്ക് എടുത്ത വീഡിയോസ് പല ഫോഴ്സും അതിന് സാക്ഷികളാണ്. ഞങ്ങൾ ആർമി ഓഫീസറും അതിന് സാക്ഷിയാണ്, എല്ലാ സാക്ഷികളാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ പല ഇതിനും ജീവൻ രക്ഷാ പദക്കാല പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അവാർഡ്, പ്രസിഡന്റ് അവാർഡ്, മുഖ്യമന്ത്രി അവാർഡിന് ശുപാർശ ചെയ്യുന്നില്ല? എൻ്റെ പേര് ഞാനങ്ങനെ ഒരു അനുഗ്രഹ ജീവി ആയതുകൊണ്ടാണോ? എനിക്കത് വളരെ വിഷമമുണ്ട്. എന്നെ അറ്റാക്ക് മാത്രമേ എന്തുകൊണ്ട് എന്നെ ഇത്രയധികം രക്ഷാദൗത്യങ്ങൾ. ആലപ്പുഴയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന 250 പേരെയാണ് ആലപ്പുഴയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഞാനാണ് അന്ന് ആ ടീമിനെ മൊത്തം ലീഡ് ചെയ്തത്. അന്നത്തെ ഒരു ബ്രഹ്മപുത്ര നദിയിൽ ഓടിക്കുന്ന ബോട്ടാണെന്ന് വാട്ടർ യൂണിറ്റ് കൊണ്ടുവന്നത്, സെൻട്രൽ ഫോഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടുത്തെ ഞാൻ ബോട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പോഴത്തെ ഈ കുട്ടനാട് എങ്ങനെ റോഡ് ഏതായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീട് കുട്ടനാടാണ്, അറിയാമല്ലോ. വീട് പാരമ്പര്യമായിട്ട് കുട്ടനാട്, തിരുവനന്തപുരത്താണ് ജനിച്ച് വളർന്നെങ്കിലും കുട്ടനാടാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. 250 റെസ്ക്യൂ ചെയ്തത്. ഇതിനകത്ത് 120 പീപ്പിൾ, 150 കാറ്റിൽസ് അതിനകത്ത് രക്ഷപ്പെടുത്തി. എൻ്റെ കളക്ടറിൻ്റെ ഓൾറെഡി റെക്കപ്പാട്ട് സെൻട്രൽ ഫോഴ്സുണ്ട്, BS സെൻട്രൽ ഫോഴ്സ്. ഇവരാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇത്ര ചെയ്ത സ്ഥലങ്ങൾ ഓരോ മെൻഷനായിട്ട് എല്ലാം ക്ലിയർ കട്ടായിട്ടാണ് ഈ പ്രശംസോത്തരം അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ 250 വേറെ ആൾക്കാരാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് റെക്കോർഡിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്ക് ആദ്യമായി പങ്കെടുത്ത രക്ഷാദൗത്യം ഉത്തരാഖണ്ഡിൽ തന്നെ. ഉത്തരാഖണ്ഡ് 2013 അവിടെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണ് പോയത് അതോ? അല്ല, ഞാൻ യാദൃശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഒരു സിവിലിനെ എങ്ങനെ ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് മാറ്റപ്പെടുന്ന ആ ഒരു ഒറ്റ സംഭവം കൊണ്ട് മാത്രമാണ്. അവിടെ ശരിക്കും പറഞ്ഞ ഒരു മൗണ്ടറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൗണ്ടറിംഗ് കോഴ്സ് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ പോയതാണ്. ആ സമയത്ത് എവിടെയാണ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടറിംഗ് എന്നുള്ളത്? ഉത്തരാകാശി. അന്ന് ഈ കേദാർനാഥ്, ബദ്രീനാഥൊക്കെ മുങ്ങിയ അന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ സംഭവം അന്ന് അത് തന്നെയാണ്. 2013 ജൂൺ ജൂലൈ മാസമാണ് മേഘവിസ്ഫോടനം. അത് തന്നെയാണ് 25,000 പേര് റെക്കോർഡിക്കൽ വേണ്ടി 10,000 പറയുന്നുള്ളെങ്കിലും ലോക്കൽ റിപ്പോർട്ട് ഞാൻ അതിൻ്റെ ദുരന്ത വ്യാപ്തി നേരിട്ട് കണ്ടതാണ്. നമ്മൾ TV യിലും ഇത് കാണുന്ന പോലെയല്ല. ദുരന്ത വ്യാപ്തി നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹൊറിബിളാണ്. നമുക്ക് ആ വിഷ്വൽസ് നമുക്ക് പറയുന്നില്ല, ഭയങ്കര ഹൊറിബിൾ വിഷ്വൽസ്. അപ്പോൾ വയനാട് ഇപ്പം നമ്മൾ പോയി പ്രവർത്തിച്ചു നോക്കാൻ എന്തോ ഹൈ ഹൊറിബിളാണ്. പുറത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നെങ്കിൽ ഭയങ്കര നമ്മൾ നേരിട്ട് കണ്ടൊരു സ്ഥലമാണ്. ഭയങ്കരമായിട്ടൊരു അത്രയ്ക്ക് ഇതാണ്. അവിടെ നിന്നാണ് തുടങ്ങാൻ വന്നത്. പിന്നെ 2018 ഇത് പ്രളയങ്ങൾ 2010 നിലമ്പൂർ കവളപ്പാറ കളക്ടറിന് അവാർഡ്, അതും പ്രശംസാപത്ര അവാർഡും കിട്ടിയ ആളാണ്.
എന്നിട്ട് ഈ ഷിഡ്യൂലുണ്ടായപ്പോൾ രഞ്ജിത്ത് കൊളപ്പാറ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. 2018, 2020 പെട്ടിമുടി ആൻസർ അവിടെ ഏറ്റവും കൂടുതൽ ബോഡി റിക്കവർ ചെയ്തൊരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ബോഡി, കാരണം ഒരു ബോഡി ഇന്ന സ്ഥലത്തേക്ക് പോയിന്റ് ഔട്ടിയൊരു വ്യക്തിയാണ്. കാരണം ഫ്ലഷ് ഔട്ടായിട്ട് കാട്ടിൽ പോയിട്ടുണ്ട്. ആ നിഗമനമെല്ലാം കറക്റ്റായിരുന്നു. ആ നിഗമനങ്ങളെല്ലാം തന്നെ കറക്റ്റായിരുന്നു. ഷിഡ്യൂലിൽ ഒരു കാരണവശാലും അത് ആദ്യ ദിവസങ്ങൾ ആ ലോറി പുഴയിലോട്ട് പോയിട്ടില്ല. അതിനുള്ള ലാൻഡ് സ്ലൈഡിങ് അത്ര ഉള്ള ഒരു ഹെവി ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടില്ല. പിന്നീട് എപ്പോഴായിരിക്കും പോയത്? അതൊരു വിവാദത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്തെങ്കിലും പുറത്തു എനിക്ക് ഞാൻ എവിഡൻസ് അത് തീർച്ചയായിട്ടും, കാരണം എല്ലാവർക്കും അറിയേണ്ട എക്സ്പേർട്സിന് അറിയാം. ഒരു മിനിറ്റ്, സ്വാഭാവികമായിട്ടും നമ്മളൊരു നിരന്ന പ്രതലത്തിൽ ഒരു ലോറി നടുക്കൊരു ഓട ഡ്രെയിനേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മുകളിൽ നിന്ന് അത്രയും ഉയരത്തിൽ നിന്ന് അതിശക്തമായി മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ലോറിയെ നിരക്കി പുഴയിൽ തള്ളുന്ന ഒരു അങ്ങനെയല്ലേ സംഭവിക്കുക? ഒരിക്കലും നിരക്കത്തില്ല, ഒരിക്കലും. കാരണം അതിന് മുമ്പ് എടുത്ത 2 ഫോട്ടോസ് എൻ്റെ ഉണ്ട്. അതിന് മുമ്പ് എടുത്ത പിന്നീട് വന്ന 2 ഫോട്ടോസാണത്. അതിന് ഇപ്പുറത്ത് ഇറങ്ങുന്ന ഫോട്ടോ 2 ലോറികൾ ജസ്റ്റ് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ ആ ദാബയുടെ ചേർന്ന് കിടന്ന 2 ടാങ്കർ ലോറികൾ പുഴയിൽ പോരും? സാധാരണയായിട്ട് ഗ്യാസ് ടാങ്കേഴ്സിൻ്റെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാപ്സൂൾ ഇളകി വെള്ളത്തിൽ വീഴും. മനസ്സിലായില്ലേ? ഞാൻ പിന്നീട് പറഞ്ഞു അവിടെ ഓൾറെഡി എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല വേറെ പലരും. അതെങ്ങനെയായിരിക്കാം? അത് വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ ഈ ലോറി പുഴയിലേക്ക് പോയില്ല എന്ന് രഞ്ജിത്ത് ഉറപ്പിച്ച് പറയുന്നു? അങ്ങനെയാണെങ്കിൽ സയന്റിഫിക് എവിഡൻസ് ഞാൻ വളരെ കണക്കിലെടുത്തിരുന്നു. കാരണം സയന്റിഫിക് എവിഡൻസ് മാത്രമല്ല, ഫോൺ ബെല്ലടിച്ചെന്ന് പലരും പറഞ്ഞിരുന്നു. പലരും കുടുംബാംഗങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് മുഖവരയ്ക്ക് എടുക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. അല്ല, പക്ഷേ ഒരു മനുഷ്യശക്തിക്ക് ഇതിനെ തള്ളി പുറത്ത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്നത്. ഞാൻ എന്തായാലും ഒരു നാളല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ തീർച്ചയായും സത്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഒരു ISR ചാരക്കേസ്, നമ്പിനാരായണൻ കുറ്റക്കാരനല്ല, ഏതൊരു പോലീസുകാരൻ്റെ ഒരു ഇത് പ്രകാരം പല കാര്യങ്ങളും വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു എവിഡൻസ് കിട്ടും. ആ ഒരു എവിഡൻസിന് വേണ്ടി തീർച്ചയായും ദൈവം എത്തിക്കും. നമ്മൾ നന്മയുണ്ട്, നമ്മളുണ്ടെങ്കിൽ ഒരിക്കലും അത്ര ഫോഴ്സ് കൊണ്ടുപോകാനുള്ള അത്രയ്ക്ക് ഫോഴ്സ് കൊണ്ട് ആ ലോറി ഒരു ടാങ്കർ ആണെങ്കിൽ തള്ളിയത് മറിക്കുമോ? താങ്കൾ ചെന്ന സമയത്ത് ആ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നാണ് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ചെന്ന സമയത്തല്ല. ഞാൻ ഈ സംഭവം പുറലോകം അറിയുന്നതെന്ന് 2-3 ദിവസം കഴിഞ്ഞാണോ അറിയുന്നത്. എന്തുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങൾ അറിഞ്ഞില്ല, 2ാമത്തെ ദിവസം അറിഞ്ഞില്ല, 3ാമത്തെ ദിവസം എന്താണ് അറിഞ്ഞില്ല. ആദ്യത്തെ ദിവസം ഈ മണ്ണ് മാറ്റുമ്പോഴത്തേക്കും എന്നാൽ റോഡ് കഴിഞ്ഞാൽ മണ്ണ് മാറ്റുമല്ലോ. എന്തുകൊണ്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് പല മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ വിശ്വസനീയമായ എവിഡൻസ് അതോറിറ്റി വിട്ടില്ല? അതോറിറ്റി വിടാത്ത കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ദുരന്ത സ്ഥലം നമ്മൾ എവിടെ പോയാലും നമ്മൾ അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഒരു ഷൂട്ടിംഗ് നടത്തും. അവിടെ ഒരു ഷൂട്ട് എന്ന് വെച്ചാൽ അവർ ആ ഡേറ്റ് ഇട്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ഷൂട്ട് നടത്തണം. ഒരു ഷൂട്ട് നടത്തേണ്ടതാണ്. കാരണം ആ മണ്ണ് നീക്കുന്ന പ്രോസസ്സ് വെല്ലം മാറ്റുമ്പോഴത്തേക്ക് ആ ബോഡികളുടെ അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മണ്ണിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ, ഷൂട്ട് നടത്തണം. ആ സമയത്തുള്ള ഷൂട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തന്നില്ല. ഞാനത് ഔദ്യോഗികമായിട്ട് ഞാൻ അവിടെ നിന്ന് ചുമ്മാ എനിക്ക് വലിഞ്ഞു കയറാൻ പറ്റത്തില്ല അവിടെ. അല്ല, ആർക്കെങ്കിലും ഈ തിരച്ചിൽ വൈകിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പറയുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും അതൊരു വേറൊരു ഇതിൽ തന്നെ തീർച്ചയായിട്ടും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ദിവസം മൊബൈൽ ഫോൺ റിങ് ചെയ്തത് എനിക്ക് ഭയങ്കര, പിന്നെ GPS ലൊക്കേഷൻ കാണിച്ചത്, പിന്നെ അത് ഒരിക്കലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ അന്നും ഇങ്ങനെ വിശ്വസിക്കുന്നു. പല സ്ഥലം കണ്ടുണ്ട് അത്രയും വലിയൊരു ട്രക്ക് നിറഞ്ഞ അതിനെ മറിച്ച് നടുക്ക് ഡ്രെയിനേജ് ഉള്ളൊരിതാണ്. വലിയ NH ആണ്. ആ പുഴയിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരം തന്നെ ഏകദേശം അപ്പുറത്തോട്ടുണ്ട്. അവിടുന്ന് ചേർത്ത് പാർക്ക് ചെയ്ത സാധനത്തിനെ കുറച്ചൊക്കെ മാറും, കുറച്ചൊക്കെ തള്ളി മാറ്റാൻ പറ്റും. അല്ല നമ്മളൊരു ഏതെങ്കിലും കുറച്ച് വലിയ മീഡിയകൾ കാണിക്കുന്ന പോലെ AI വീഡിയോ കാണിച്ചുകൊണ്ട് അവർക്ക് പലതും കാണിക്കാം. ഇങ്ങനെയാണ് പുഴയിലോട്ട് കൈകൊണ്ട് തള്ളുന്ന പോലെ മണ്ണ് വന്നിങ്ങനെ തള്ളിയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. നിരന്ന പ്രദേശമാണ്. അപ്പോൾ സ്ലൈഡിങ് ലാൻഡ് ആണെങ്കിൽ ഓക്കെ, അത് കൊണ്ടുപോകാൻ ഒരു 100% ചാൻസ് ഉണ്ട്. 100% ഞാൻ പറയുന്നത് ഒരു സ്ലൈഡായിട്ടുള്ള ഏരിയ ആണെങ്കിൽ കൊണ്ടുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെ ഒരു നിരന്ന് കിടന്ന സ്ഥലങ്ങൾ അവിടുന്ന് മറിച്ച് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, മാൾപ്പെ ആ ലോറി എടുക്കുന്നതിന് മുമ്പ് 6 ദിവസം പുറത്താകുന്നു. മാൾപ്പെ എന്തുകൊണ്ടാണ് പുറത്താകുന്നത്? മാൾപ്പെ പറഞ്ഞ ഉഗ്രസ്ഫോടനം നടന്ന സംശയമുണ്ട്. മാൾപ്പെ ഓർമ്മയാണ്, മാൾപ്പയിലെ ബോഡി എടുക്കുന്നത് 6 ദിവസം മാൾപ്പെ പുറത്താകുകയാണ്. ഭരണകൂടത്തിന് ഇത് തന്നെ ഞാനും പറഞ്ഞ ആദ്യം ഉഗ്രസ്ഫോടനം നടന്നിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഔട്ടായി. അപ്പോൾ ഉഗ്രസ്ഫോടനം പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് ഔട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ഇവർക്കെതിരെ ടാർഗറ്റ് വരും. അപ്പോൾ രഞ്ജിത്ത് മണ്ണിൽ നോക്കി വഴിയടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ പുറത്താക്കുന്നത്. മണ്ണിൽ തെറ്റിച്ച് വേറെ വഴി തെറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരുടെ വഴി തെറ്റിച്ചു? ഇവരുടെ ഈ നോക്കുന്നവരെ വഴി തെറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാൽപ്പയെ 6 ദിവസം പുറത്താക്കണമെങ്കിൽ തന്നെ അത് ആരുടെയെങ്കിലും ഒരു താല്പര്യം ഭരണകൂടത്തിൻ്റെ ആണോ? തീർച്ചയായിട്ടും. മാൽപ്പയുടെ ആ സ്ക്രീൻഷോട്ടൊക്കെ അന്ന് മാൽപ്പ ഇറങ്ങുമ്പോഴത്തേക്ക് മാൽപ്പ പറയുന്ന സ്ക്രീൻഷോട്ടും വാർത്ത റെക്കോർഡിങ്ങും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മാധ്യമങ്ങൾ നാളെ ഡേറ്റ് കളയാൻ ഞാൻ തന്നെ എൻ്റെ എല്ലാ റെക്കോർഡ്സും കയ്യിൽ ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. 6 ദിവസം മാൽപ്പയെ പുറത്താക്കുന്നു. അപ്പോൾ ഉഗ്രസ്ഫോൺ മാൽപ്പ പറഞ്ഞു. കാരണം മാൽപ്പ അവിടെ നിന്ന് എടുത്ത വണ്ടികളിലെ പൊക്കിയ അടിയിൽ നിന്ന് പിന്നീട് ചെറിയ പാർട്സൊക്കെ കാരണം ഞാൻ വയനാട് പോയിരുന്നു, പല വണ്ടികളും ചപ്പി അടക്കാൻ ചെതറി തെറിച്ചിട്ടില്ല.
അതെ, ഞാനും പോയി. ചെതറിയിട്ടില്ല, ഒരിക്കലും ചെതറത്തില്ല. ഒരിക്കലും ഒരു നമ്മൾ പറ്റുമുടി ആട്ടെ അവിടെ ആട്ടെ പെട്ടുമുടിയൊക്കെ ഒരുപാട് ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ജീപ്പൊക്കെ ചപ്പി കിടക്കുന്നത്, അവിടെ ചെതറി പോയിട്ടില്ല. ചപ്പിയാണ് കിടക്കുന്നത്, അവിടെ ടയർ ഉൾപ്പെടെ ഇങ്ങനെ ചെതറി കിടക്കും. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ അങ്ങനെ ടയറുകൾ മാത്രം ഊരി പോകത്തുള്ളൂ. ശരി, താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുക. എന്തായാലും വയനാട് ദുരന്തം സന്ദർശിച്ച ഒരാളാണ് ഞാൻ. ആ ദുരന്ത സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ഈ പറഞ്ഞതുപോലെ പല കാറുകളും നമ്മളിങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സ്ഫോടനമുണ്ടായി എന്ന് പറയുമ്പോഴാണല്ലോ ഈ പറയുന്ന പല ഭാഗത്തേക്ക് ഇത് തെറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഫോടനം സംഭവിച്ചത്? ഞാനത് ഇപ്പം പറയുന്നില്ല, കാരണം അതിലിപ്പം പറയാനുള്ള ഒരു അവസരം കുറച്ചും കൂടെ ഞാൻ എവിഡൻസ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. മാത്രമല്ല എനിക്ക് അവിടുത്തെ കുറേ അന്നത്തെ ആൾക്കാരെ ലോക്കൽ പീപ്പിൾ നമുക്ക് ഡയറക്റ്റ് തന്ന ഇതുണ്ട്. ഞാൻ അക്കരെ പോയി അന്വേഷിക്കാൻ ഒന്നുമില്ല, ചുമ്മാ കിടന്ന് എന്തെങ്കിലും വഴിയേറ്റിക്കാൻ പറയത്തില്ല. അക്കരെ പോയ ആൾക്കാർ പ്രായമായ സ്ത്രീകളിലൊക്കെ ചിലവരെടുക്കണം, എടുക്കണം, അല്ലാതെ നമ്മൾ വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ 2-3 ഇതിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി തന്നെ അല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം നടന്നിട്ട് പോയി ഒരു കുറച്ച് 3-4 മാസം കഴിഞ്ഞുള്ളൂ. ദൈവം ഒരു സത്യം ഉണ്ടെങ്കിൽ അത് എന്നാണ് വെളിയിൽ വരും. അത് എത്ര വർഷം മൂടി കെട്ടി വെച്ചാലും. കാരണം മാൾപ്പേന അല്ല വേറെ പറഞ്ഞു, പതിനൊന്ന് വേറൊന്നും അല്ല മരിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഇൻക്രീസ് അതൊക്കെ പിന്നെ കാര്യം അത് തന്നെ ഒരു എപ്പിസോഡ് പറയാനുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും എവിഡൻസ് കുറച്ചും കൂടെ വേണം. 10-12,000 ചിലവ് വരും. എനിക്കാണെങ്കിൽ ബാങ്കിൻ്റെ അടിച്ച് നോക്കുമ്പോൾ 0 ബാലൻസ് ആണ്. ഞാൻ എന്ത് ചെയ്യാം? അന്ന് നാളത്തേക്കൊരു ചിന്തയില്ല. ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ട്, ഒരു രാജ്യത്തിന് വേണ്ടി നടക്കുന്നതുകൊണ്ടാണ് ഒരു വിവാഹം പോലും നടക്കാതെ പോയത്. വയനാട്ടിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആർമി അത് എനിക്ക് സപ്പോർട്ട്, ആർമീനെ അത് ആർമി ഇവിടുന്നാണ് എന്നെ കൊണ്ടുപോയത്. ഒരു ഏറ്റവും ഭാഗ്യമുള്ളൊരു മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആർമിക്കാരനല്ലെങ്കിൽ ആർമി ഓഫീസറിനോടൊപ്പം ഒരു ആർമിയുടെ സ്പെഷ്യൽ ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി എയർക്രാഫ്റ്റിനാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ട്രിവാൻഡ്രം ഈശ്വർ നല്ല ബന്ധമാണ്. ഒരു 2-3 ദിവസം കൊണ്ട് വിളിക്കാറുണ്ട്, കുട്ടികളെ വീഡിയോ കോൾ വെച്ച് കാണാറുണ്ട്. നല്ലൊരു മനുഷ്യനാണ് പുള്ളി. മാൽപ്പയിലുണ്ട് പുള്ളി. കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് കോഴിക്കോട് വന്നിട്ട് ഫംഗ്ഷൻ വെച്ച് കണ്ടിരുന്നു. ഹോളി നെയിം ആണ്, ഒരു ബൈബിൾ ഹോളി നെയിം. അങ്ങനെ ഒരു നമ്മുടെ നോക്കുമ്പോഴത്തെ മാലാഖ ഒരു ഏഞ്ചലിക് നെയിമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു ഏഞ്ചലിക് നെയിം അങ്ങനെ ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒരു ഇസ്രായേൽ സിറ്റിസൺഷിപ്പോ ഇസ്രായേൽ പോയിട്ട് പോലും ഇല്ല. അങ്ങനെ